ഫിറ്റ്നസ് ഇപ്പോൾ യുവതലമുറയ്ക്ക് ഒരു ട്രെൻഡായി മാറിയിരിക്കെ. ഈ ട്രെൻഡിന് വേണ്ടി എല്ലാവരും ജിമ്മിനെ ആശ്രയിക്കുമ്പോൾ സൈക്ലിംഗ് ഒരു പാഷനും ഒപ്പം ഫിറ്റ്നസിനുമായി തിരഞ്ഞെടുത്ത രണ്ട് സുഹൃത്തുക്കളെയാണ് ഇന്നത്തെ ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടത്തിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് ചിലർക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും നിങ്ങൾ രണ്ടുപേരും പരിചിതമായിരിക്കും. എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് ശരത്ത്. ഞാനിവിടെ കൊട്ടാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം. നിലവിൽ പാടിയോട്ടിയാൽ KSEBയിൽ മീറ്റർ റീഡറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ KSEBയിൽ മീറ്റർ റീഡറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമായിട്ടുള്ളൂ. ഞാൻ ശരിക്കും ഇലക്ട്രീഷ്യനാണ്. വയറിങ്ങിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ സ്വന്തമായിട്ടൊരു ഓട്ടോ ഉണ്ട്. അത്യാവശ്യം ഫ്രീ ടൈമുകളിൽ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കും. എല്ലാ പരിപാടികളും ഉണ്ട്. എൻ്റെ പേര് ബെൻ വർഗീസ്. ഞാനിവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യാം. അപ്പൊ ഈ സൈക്കിൾ റൈഡിലേക്ക് വരാൻ ഉണ്ടായിരുന്ന കാരണം? മെയിനായിട്ടുള്ള കാരണം കൊറോണ തന്നെയാണ്. ശരിക്കും കൊറോണ സമയത്ത് യൂട്യൂബിൽ പല റൈഡിങ് വീഡിയോസ് കണ്ട് നല്ലപോലെ പ്രൊമോട്ട് ആയതാണ് സംഭവം. ആ സമയത്ത് ഉണ്ട് സൈക്കിൾ? ശരിക്കും 2021 ആ കാലഘട്ടത്തിലെ സൈക്കിൾ ഉണ്ട് രണ്ടുപേർക്കും. സെയിം. ഈ ജോലി തിരക്ക്, അതായത് KSEBയില് റീഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 9 മണി വരെ 5 മണി വരെ വർക്കിംഗ് ആയിരിക്കുമല്ലോ. അപ്പം വീടുകളൊക്കെ നടന്നിട്ടായിരിക്കും വരുന്നത്. അതിനുശേഷം എങ്ങനെയാണ് ഈ സൈക്കിൾ റൈഡിലേക്ക് സമയം കണ്ടെത്തുന്നത്? സൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മാക്സിമം പുലർച്ചെ ഒരു 4 മണി 5 മണി ആ സമയത്ത് റൈഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പിന്നെ വിഷയമില്ലല്ലോ. ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് ഫ്രീ ആവും. പിന്നെ കുളിച്ച് ജോലിക്ക് പോകാൻ സുഖമാണ്. എങ്ങനെയാണ് സമയം? ഞാനും രാവിലെ തന്നെ പോകും. ഫ്രഷ് ആയിട്ടുള്ള ടൈമിൽ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ ഫിറ്റ്നസിന് ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ്. അബുദാബിയിലായിരുന്നു പറഞ്ഞില്ലേ, ആ സമയങ്ങളിൽ ആ ടൈമിൽ അവിടെ ഉണ്ട്, അവിടെ സൈക്കിൾ ഉണ്ട്, അവിടെ റൈഡ് ചെയ്യും. ഒരുമിച്ച് തുടങ്ങിയതാണ് ഇത്? ചേട്ടൻ ആദ്യം ഇവിടെ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ എടുത്ത് ഞങ്ങൾ കണ്ട് മീറ്റ് ചെയ്തു. പറഞ്ഞല്ലോ പുലർച്ചെ എണീച്ചിട്ടാണ്. അപ്പൊ ഇപ്പത്തെ യുവതലമുറ എന്ന് പറയുന്നത് എഴുന്നേൽക്കുന്നത് അല്ല, ഉറങ്ങുന്നത് ശരിക്കും നല്ല രാവിലെയാണ്. അപ്പൊ ഈ രാവിലെ എഴുന്നേറ്റുള്ള ഒരു സൈക്കിൾ റൈഡിങ് എങ്ങനെയുണ്ട്? അതിന്റെ അനുഭവം എങ്ങനെയാണ്? അതിന്റെ അനുഭവം ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പിന്നെന്താ പറയാ, നമ്മളെ നാട്ടിൽ കോടമഞ്ഞിറങ്ങുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുവരെ? ഇല്ലല്ലോ. അപ്പൊ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാല് എന്താ പറയാ, കംപ്ലീറ്റ് കോടമഞ്ഞൊക്കെ മൂടി പോകുന്ന സൈഡിൽ പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതില് പക്ഷികളൊക്കെ വന്നിരുന്ന് അങ്ങനെ എന്താ പറയാ, ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുക എന്ന് വെച്ചാൽ ഭയങ്കര രസമുള്ള ഒരു അനുഭവമാണ്. ചെറുതായിട്ട് ബ്ലോഗിംഗ് കൂടി തുടങ്ങി? തീർച്ചയായിട്ടും. ചെറിയ തോതില് സൈക്കിൾ ക്ലബ്ബുകളിലുണ്ടല്ലോ നിങ്ങൾ, ഏതൊക്കെ ക്ലബ്ബുകളിലാണ്? ഇപ്പൊ നിലവിൽ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിപ്പോ സൈക്ലിംഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബിലാണ് മെമ്പർഷിപ്പ് ഉള്ളത്. പിന്നെ അത്യാവശ്യം കണ്ണൂർ സൈക്ലിംഗ് ക്ലബ്ബിന്റെ, മലപ്പുറം സൈക്ലിംഗ് ക്ലബ്ബ്, അതുപോലുള്ള ക്ലബ്ബുകളുടെ ചലഞ്ചസ് ഒക്കെ ഞങ്ങൾ അത്യാവശ്യം ചെയ്യാറുണ്ട്. ഡെക്കാത്ലോണായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചലഞ്ചുകൾ ചെയ്യാറുണ്ട്. എന്താണ് ഈ സൈക്കിൾ ക്ലബിന്റെ മെയിൻ ഉദ്ദേശം? മെയിൻലി ഫിറ്റ്നസ് ആണ്. നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഹെൽത്ത് നന്നായിട്ടിരിക്കുക എന്നുള്ളത് മെയിൻ ഉദ്ദേശമാണ്. ഇപ്പൊ എത്ര ചലഞ്ചുകൾ എടുത്തു ക്ലബിലൂടെ? ചലഞ്ചസ് അങ്ങനെ എണ്ണം നോക്കാറില്ല, പക്ഷെ എന്നാലും ഒരുപാട് ചലഞ്ചസ് ചെയ്തിട്ടുണ്ട്. മൺസൂൺ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. റിപ്പബ്ലിക് ഡേക്ക് നമ്മള് പയ്യന്നൂർ ഏഴിമല നേവൽ ബേസ്, കൗവായി തുടങ്ങിയ കൊറോണ സമയത്ത് ഉണ്ട് ക്ലബിൽ? കൊറോണ സമയത്ത് ആ സമയത്ത് തന്നെയാണ് ക്ലബിൽ ജോയിൻ ആവുന്നത്. ഇങ്ങനെ പറഞ്ഞല്ലോ സൈക്ലിംഗ് ചവിട്ടി ഫിറ്റ്നസ് ആണെന്ന്. അപ്പം എന്തൊക്കെ മാറ്റങ്ങൾ ആരോഗ്യത്തിലും മാറ്റം വന്നിട്ടുണ്ട് ഈ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട്? നിലവില് എന്താ പറയാ, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ തുടങ്ങിയ അതുപോലുള്ള സംഭവങ്ങളൊന്നും ഇല്ല. കാരണം ബോഡി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അപ്പൊ നല്ല ബോഡി ഫിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് കാര്യം. പിന്നെ സ്ഥിരമായിട്ട് നടക്കുന്നതുകൊണ്ട് നല്ലൊരു എനർജി. കൊറോണയ്ക്ക് ശേഷം അധികം എല്ലാവർക്കും ഉള്ള മെയിൻ പ്രശ്നം മെയിൻലി സ്ട്രെസ് ആങ്സൈറ്റി ഉള്ളവർക്ക് മെയിൻലി ഏറ്റവും ബെറ്റർ ആണ് സൈക്ലിംഗ്. കാരണം വെച്ചാൽ കുറെ റൈഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഫ്രീ ആവും, നല്ല റിലാക്സ് ആവും. നമ്മുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് മലയോര മേഖല ആയതുകൊണ്ട് അതിന് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഫുള്ള് ഇപ്പൊ എനിക്ക് എന്റെ വീട് ഞെക്കിയാണ്. അപ്പൊ എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ സൈക്കിൾ വാങ്ങിച്ചു തന്ന സമയത്ത് തന്നെ എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഒന്ന് സൈഡിൽ പോയാല് 13 കയറ്റം, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് പോയാലും ഉഴിച്ചി കയറ്റം, അല്ലെങ്കിൽ ഈ വാസ്കുന്ന് കയറ്റം. അപ്പൊ അങ്ങനെ എങ്ങനെ ബുദ്ധിമുട്ട്? അതൊരു സൈക്കിളിന്റെ മാറ്റം ഉണ്ടാവും അല്ലെ?
അതായത് നമുക്ക് കയറ്റങ്ങൾ ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഒന്നാമത് ഗിയർ സൈക്കിളാണ്, പക്ഷെ നമുക്ക് വലിയൊരു എഫേർട്ട് ഇടാതെ തന്നെ ചവിട്ടി കയറ്റാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് രാവിലെ ഒരു രാജഗിരി ഒക്കെ യാത്ര പോയിട്ട് വന്ന കംപ്ലീറ്റ് കയറ്റാണ്, മലയോര മേഖലയാണ്. പക്ഷെ അത്ര ബുദ്ധിമുട്ടിക്കാറില്ല ഞങ്ങള്. ഇപ്പം ക്ലൈംബിനോടാണ് നമുക്ക് പ്രണയം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീലിംഗിലായിട്ടുള്ളത്. നല്ല പവറായി സ്ട്രെങ്ത് ആയി ഓടി. ഞാനിതിപ്പോ നിലവിൽ പ്രത്യേകത ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജയന്റ് എസ്കേപ്പ് 3 എന്ന് പറയുന്ന മോഡലാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബൈക്ക്. അപ്പോൾ ഇത് ഞാൻ എടുത്തത് പിന്നെ കോഴിക്കോട് നിന്നാണ്. ഞാൻ മംഗലാപുരത്ത് നിന്ന് എടുത്തത്, താജ്. ഫിറ്റ്നസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം മെയിൻ ആയിട്ട് യുവതലമുറ എല്ലാവരും ഇപ്പം ഈ ജിം എന്ന് പറയുന്നത് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അവര് അത് ഭയങ്കരമായിട്ട് അതിനോട് അഡിക്റ്റ് ആയിട്ട് ഇപ്പൊ എല്ലാവരും ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെ. അപ്പൊ ഈ ജിമ്മിനെ സംബന്ധിച്ച് ഈ സൈക്ലിങ്ങിലേക്ക് വരുമ്പോ അത് തെരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം തിരഞ്ഞെടുക്കാന്ന് പറഞ്ഞാൽ ജിമ്മായാലും ഏതായാലും ഫിറ്റ്നസ് ട്രെയിനിങ് തന്നെയാണ്. പക്ഷെ ഇത് ഒന്നുകൂടെ നമുക്ക് മൊത്തം ഫുൾ ബോഡിക്ക് നല്ലപോലെ എഫക്ട് ചെയ്യുന്ന ഒരു വ്യായാമ മുറയാണ് സൈക്ലിംഗ്. വിഷ്വൽ എഫക്റ്റും കിട്ടും, പുറത്തു പോകുമ്പോൾ ഒരു വൈബ് കിട്ടും. രാവിലത്തെ ഇതൊക്കെ അതെ അതെ. കുറെ ആൾക്കാർ പോകും, അപ്പൊ അവർക്ക് നമ്മളിങ്ങനെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ ഒരു രസമാണ്. സ്ഥിരം കാണുന്ന ഒരു ദിവസം കണ്ടില്ല ചോദിക്കാൻ, എന്താ ഇന്നലെ കണ്ടില്ലല്ലോ അങ്ങനെ ചോദിക്കും. അതൊരു രസമാണ് തീർച്ചയായിട്ടും. അങ്ങനത്തെ അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അതെ, അതുപോലെ തന്നെയാണ് ഇപ്പം ഇന്നത്തെ കുട്ടികൾ അല്ലെങ്കിൽ എന്റെ ഒക്കെ പ്രായത്തിൽ നമുക്കൊക്കെ ആകെ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചെറുപ്പത്തിൽ ഒരു സൈക്കിൾ, സ്വന്തമായിട്ട് ഒരു സൈക്കിൾ വാങ്ങിച്ചു തരണമെന്ന്. അപ്പം ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ കൂടുതലും ഈ മൊബൈൽ ഫോണും അല്ലെങ്കിൽ അതുപോലുള്ള ഗെയിമുകൾക്കൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുട്ടികളോട് പറയാനുള്ള കുട്ടികള് ഇപ്പൊ എല്ലാവരും തല കുത്തനെയാണ്, താഴോട്ടാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ തലമുറ അങ്ങനെയാണ്. പക്ഷെ അവര് ശരിക്കും ഉണരേണ്ട സമയമായി. എല്ലാവരോടും റൈഡിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്നസ് ആണ് മെയിൻ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗങ്ങൾ, ഹാർട്ട് സംബന്ധമായിട്ട് നല്ല ആരോഗ്യം കിട്ടുന്നൊരു വ്യായാമ മുറയാണ്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നടക്കാൻ ഏറ്റവും നല്ലൊരു വ്യായാമ മുറ സൈക്ലിംഗ് ആണ്. കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പൊല്യൂഷൻ, ഒരു തരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ഇന്ധനങ്ങളൊന്നും വേണ്ട, നമ്മളാണ് അതിന്റെ ഇന്ധനം. ഇപ്പം ചെറിയ അതായത് പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ വരെ സ്കൂളിൽ പോകുന്നത് സ്കൂട്ടിയിലൊക്കെയാണ്. തീർച്ചയായിട്ടും. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങളാണെങ്കിൽ സൈക്കിൾ എടുത്തിട്ട് പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതെ, കുറവാണ്. അതെ. ഇന്നത്തെ തലമുറ നമ്മളെ തലമുറ വെച്ച് ഭയങ്കര മാറ്റമാണ്. പാരന്റ്സിനായാലും രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബസ് വരും, കയറി ഇരിക്കുമ്പോ നേരെ സ്കൂളിലേക്ക് പോവുക, ആ ഒരു രീതിയാണ്. പക്ഷെ നമ്മളൊക്കെ നടന്നിട്ടാണ് ശരിക്കും സ്കൂളിലേക്ക് വന്നിട്ട്. ഇപ്പൊ പറഞ്ഞല്ലോ ചലഞ്ചുകൾ, അപ്പൊ എങ്ങനെയാണ് ഒരു ചലഞ്ച്, എന്താണ് അതിന്റെ ചലഞ്ച്? നമ്മൾ ടൈം നോക്കിയിട്ടല്ല ചലഞ്ച് ഏറ്റെടുക്കുന്നതും ചലഞ്ച് ചെയ്യുന്നതും. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കിലോമീറ്റർ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ ക്ലൈംബ്, അതായിരിക്കും നമ്മുടെ അടിസ്ഥാനം. അപ്പൊ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ പകർത്താനും ചിലപ്പോൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനോ അങ്ങനെയൊക്കെ ടൈമൊക്കെ നമ്മൾ എടുക്കും. പിന്നെ ടൈം നോക്കിയിട്ട് ചെയ്യുന്ന ചലഞ്ചസ് ഉണ്ട്. അത് BRM എന്ന് പറഞ്ഞൊരു ചലഞ്ച് ഉണ്ട്. ഇപ്പൊ നമ്മളെ സൈക്ലിംഗ് ക്ലബ്ബുമായി ഒരുമിച്ചിട്ട് താജ് സൈക്കിൾസ് മംഗലാപുരത്തുള്ള അവരിപ്പോ ഈ വരുന്ന ഫെബ്രുവരിയിൽ കണ്ണൂർ ജില്ലയിൽ നടത്തുന്നുണ്ട്. അപ്പൊ അതിനൊരു 12.5 മണിക്കൂറിൽ 200 കിലോമീറ്റർ ആണ് റൈഡ് ചെയ്യേണ്ടത്. അതിന് ടൈം മാനദണ്ഡമായിരിക്കും. അപ്പൊ നമുക്ക് അത്യാവശ്യമായ ചായ കൂടി അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കൽ, എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ ആ സമയത്ത് ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? അപ്പൊ വേറെ ടൈമിംഗ് ഒന്നും ഇല്ല. നമ്മൾ മിനിമം ഒരു 2-3 മണിക്കൂർ കൊണ്ട് ഒരു 40-50 കിലോമീറ്റർ പോയി രാവിലെ ഒരു 4 മണി 5 മണി ആ സമയത്ത്. ചില ദിവസങ്ങളിൽ 4 മണിക്ക് തുടങ്ങും, ചില ദിവസം 5 മണി. 100 അടിക്കണമെങ്കിൽ കുറച്ച് നേരത്തെ പോകും. 100 കിലോമീറ്റർ ഒക്കെ ഒരു ദിവസം എടുക്കണമെങ്കിൽ കുറച്ച് നേരത്തെ പോകും. മാക്സിമം 100-110 അതൊക്കെയാണ് മാക്സിമം. അത് കാഞ്ഞങ്ങാട് വരെ പോകും, അങ്ങനെ അവിടെ വരെ പോയിട്ട്. ഈ സൈക്കിൾ റൈഡിലേക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ ക്ലബുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റും സന്ദേശം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യണം എന്നേ പറയാൻ പറ്റും. കാരണം വെച്ചാൽ നമ്മളെ കൂടെ വർക്ക് ചെയ്യാൻ, അതായത് ഞങ്ങളുടെ ക്ലബിലുള്ള അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഉണ്ട്, പോലീസുകാർ, ഫയർമാൻമാർ, അങ്ങനെ എല്ലാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഞങ്ങളെ ക്ലബിൽ വർക്ക് ചെയ്യുന്നുണ്ട്, റൈഡ് ചെയ്യുന്നുണ്ട്. പ്രായഭേദം തന്നെ കേട്ടോ, നല്ല പ്രായമുള്ള ആൾക്കാരോട്ട് ചെറിയ കുട്ടികളോട്ട് ചെയ്യുന്നുണ്ട്. ഉണ്ട് ക്ലബിൽ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം TCCന്റെ നേതൃത്വത്തിൽ നമ്മൾ പറ്റുവാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഒരു എന്താ പറയുക സൈക്ലിംഗ് റൈഡിങ്ങിന്റെ ബോധവൽക്കരണം എന്ന രീതിയിൽ ക്ലബിലെ ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലേക്ക് വരും. ആ ക്ലബിലെ മെമ്പർ ആണല്ലോ ഞങ്ങൾ. ശരിക്കും നമ്മൾ ഒരു 4 പേരേ ഉള്ളൂ ഇവിടെ ഈ ഒരു ഭാഗത്ത്. ഇവിടെ വേറെ ക്ലബ്ബൊന്നും രൂപീകരിച്ചിട്ടില്ല. നിലവിൽ TCCന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ വരും, ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ബോധവൽക്കരണമായി പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഒരു റൈഡും ഒരു നല്ല ഭംഗിയായിരിക്കുമല്ലോ. ക്ലബിലേക്ക് നിലവിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ
ഒരു തുക ക്ലബ്ബ് തീരുമാനിക്കുന്നതാണ്. ഓരോ വർഷം മാറും അത്. അപ്പോൾ അവർ തുക അടച്ചു കഴിഞ്ഞ് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മളതിൽ സ്ഥിരം മെമ്പറാണ്. എല്ലാ വർഷം പുതുക്കും. പിന്നെ അത്യാവശ്യം ക്ലബിൻ്റെ ഇവന്റുകൾ കാര്യങ്ങൾ ജനറൽ ബോഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് പരിപാടികൾ. കുറെ സോഷ്യൽ സർവീസ് ചെയ്യുന്നുണ്ട്. പലർക്കും ഫണ്ട് വെച്ചിട്ട് ഇങ്ങനെ ബസ് സ്റ്റോപ്പ് അങ്ങനെ റെഡിയാക്കുക അങ്ങനത്തെ ചെയ്യാറുണ്ട്. അങ്ങനത്തെ നമ്മളൊക്കെ ചെയ്യും. ഇപ്പം സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഇത് ഇത്ര ഏരിയ കവർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? നമുക്ക് മെയിനായിട്ട് BRM ചെയ്യാനാണ് ആഗ്രഹമുള്ളത്. അത് കുറെ കാറ്റഗറി ഉണ്ട്. 200 കിലോമീറ്റർ, 300 കിലോമീറ്റർ, 400, 600, 900 അങ്ങനെ. അത് ഓരോന്നും അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മൾ 100 ഒക്കെ പോകാറുണ്ട്. അതുപോലെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് ചെയ്ത് അങ്ങനെ പോകാം. അതാണ് മെയിൻ ആഗ്രഹം. പറ്റുകയാണെങ്കിൽ ഒരു ഓൾ ഇന്ത്യ റൈഡ് അടിക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ ഇനി ഒരുപാട് ചലഞ്ചുകളൊക്കെ അടിക്കാൻ പറ്റട്ടെ. ഇനിയും കുറെ റൈഡൊക്കെ പോകാൻ പറ്റട്ടെ. കൂടുതൽ ആൾക്കാർ ഇത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ, ഇംപെക്സ്, പീജിയൻ, ബജാജ്, സുജാത, പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.